السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഇഷ്ടപ്പെട്ട അടിമകളുടെ കൂട്ടത്തിൽ നമ്മയും നമ്മുടെ അഹ്ലുകാരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ മുഴുവൻ ആളുകൾക്കും അവന്റെ മഗ്ഫിറത്തും റഹ്മത്തും നൽകി അല്ലാഹു പ്രത്യേകമായി അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് നമ്മളുടെ മഖ്ബറയിൽ വിശ്രമിക്കുന്ന മുഴുവൻ മുഅ്മിനീങ്ങൾക്കും അല്ലാഹുവിന്റെ റഹ്മത്ത് കൊണ്ട് അവരെ എല്ലാം റബ്ബ് അനുഗ്രഹിക്കട്ടെ. ജീവിക്കുന്ന കാലമത്രയും ഇസ്സത്തോടെ റബ്ബിന്റെ ത്വാഅത്തിലായി ജീവിക്കാനും വഫാത്തിന്റെ നേരത്ത് പൂർണ്ണ ഈമാനോടെ കലിമ ചൊല്ലി ലോകത്തോട് വിട പറയാനും നമുക്ക് എല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഈ പരിശുദ്ധമായ ദിവസത്തിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മിലും നമ്മുടെ കുടുംബത്തിലും നമ്മുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകളിലും അവന്റെ എല്ലാ ബറക്കത്തിന്റെ കവാടങ്ങളും അല്ലാഹു തുറന്നു നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, പവിത്രമാക്കപ്പെട്ട മുഹറം മാസത്തിലെ പ്രാധാന്യമേറിയ ആശുറ ദിനത്തിലാണ് നമ്മൾ ഒത്തുകൂടിയിട്ടുള്ളത്. അള്ളാഹു നമ്മൾ നിർവഹിച്ച നോമ്പടക്കമുള്ള എല്ലാ ഇബാദത്തുകളെയും അള്ളാഹു സ്വീകരിക്കട്ടെ. കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു വർഷത്തെ പാപം പൊറുക്കാൻ കാരണമാണ് ആശുറ ദിനത്തിലെ നോമ്പ് എന്നാണ് നമ്മെ ഉത്ബോധിപ്പിച്ചത്. ഈ ദിനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആശുറ ദിനത്തിന്റെ നോമ്പിന്റെ കാരണത്തെക്കുറിച്ച് പറയുന്ന ഹദീസിൽ കാണാം, അള്ളാഹുവിന്റെ പ്രവാചകരായ മൂസാ നബി അലൈഹിസ്സലാമിന് അള്ളാഹു തആല ശത്രുക്കളിൽ നിന്ന് രക്ഷ കൊടുത്തതിന്റെ ശുക്ർ എന്നോണമാണ്, നന്ദി എന്നോണമാണ് ആശുറയുടെ നോമ്പ് വിശ്വാസികൾ അനുഷ്ഠിക്കാൻ ആരംഭിച്ചത്. ആ നിലയ്ക്ക് മാത്രമല്ല, മുഹറം 10 ചരിത്രത്തിൽ മുസ്ലിമീങ്ങൾക്ക് അനേകം അനുഗ്രഹങ്ങളെ കൊണ്ട് അല്ലാഹു തആല സംരക്ഷണം ഒരുക്കിയ ഒരുപാട് ചരിത്ര സംഭവങ്ങളുണ്ട്. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രത്തിലും, സുലൈമാൻ നബി അലൈഹിസ്സലാമിന് അധികാരം കിട്ടിയത്, യാക്കൂബ് അലൈഹിസ്സലാമിനെ കാഴ്ച തിരിച്ചു കിട്ടിയത്, ഇങ്ങനെ തുടങ്ങി മുഹറം 10മായി ബന്ധപ്പെട്ട് 20ഓളം ശ്രേഷ്ഠതകളെ ഇമാംമാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു നൽകിയ നിഅമത്തുകൾക്ക് നന്ദിയുള്ളവരാവുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു യോഗ്യതയാണ്. ശാകിരീങ്ങളാവണം. ദിക്റുള്ള നാവും ശുക്റുള്ള ഖൽബും അതൊരു മുഅ്മിനിന്റെ അടയാളമാണെന്നാണ് ആരിഫ്യങ്ങൾ പരിചയപ്പെടുത്തിയത്. അള്ളാഹു നമുക്ക് നൽകിയ നിഅമത്തുകളെ കുറിച്ച് എപ്പോഴും ഓർമ്മയുള്ളവരാവുകയും അതിനെ ഓർത്തുകൊണ്ട് ശുക്ർ ചെയ്ത് ആ ശുക്റിലായി കൊണ്ട് നമ്മൾ നിർവഹിക്കുന്ന ഇബാദത്തുകൾക്ക് അതിന് അള്ളാഹുവിന്റെ പക്കൽ പ്രത്യേകമായ സ്വീകാര്യതയുണ്ട്. നമ്മൾ സാധാരണ സ്വതക്ക ചെയ്യാൻ പതിവുള്ളവരായിരിക്കും. സാധാരണ നമ്മൾ ചെയ്യുന്ന സ്വതക്കയേക്കാൾ അള്ളാഹുവിന്റെ പക്കൽ പ്രതിഫലം ലഭിക്കുവാൻ കാരണമുള്ള ഒരു കാര്യമാണ് റബ്ബ് നമുക്ക് ചെയ്ത ഏതെങ്കിലും ഒരു നിഅമത്തിനോട് ശുക്ർ എന്ന നിയ്യത്ത് ചെയ്തുകൊണ്ട് നമ്മൾ നിർവഹിക്കുന്ന സ്വതക്കകൾ. നമുക്കൊരു കുഞ്ഞു ജനിച്ചാൽ നമ്മൾ സ്വതക്ക ചെയ്യുന്നു, അള്ളാഹുവേ നീ എനിക്ക് സമ്മാനമായിട്ട് ഒരു കുഞ്ഞിനെ നൽകിയല്ലോ എന്ന ആ നന്ദി ബോധത്തോടു കൂടി നമ്മൾ കാണിക്കുന്ന സ്വതക്കക്ക് അതിനൊരു പ്രത്യേകതയുണ്ട്. കാരണം നമ്മൾ ആ ശുക്റിന്റെ ബോധം നമുക്ക് ഉണ്ടാകുമ്പോൾ ലഇൻ ശകർതും ലഅസീദന്നകും പരിശുദ്ധ ഖുർആൻ പറഞ്ഞതാണ്. നിങ്ങൾ നന്ദിയുള്ളവരാണെങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് കൂടുതൽ തരിക തന്നെ ചെയ്യും. നമ്മൾ നന്ദിയുള്ളവരാവുക എന്നത് വളരെ പ്രധാനമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ഇബാദത്തുകൾ കൊണ്ട് രാത്രികളെ പകലുകളാക്കി മാറ്റിയ നേരത്ത്, വാർദ്ധക്യത്തിന്റെ അവശതയിലും കാലുകളൊക്കെ നീര് കെട്ടി വീർക്കുന്ന ഘട്ടത്തിൽ മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചോദിക്കുന്നുണ്ട്, എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? അള്ളാഹു നിങ്ങൾക്ക് മഗ്ഫിറത്ത് ചെയ്തില്ലേ? അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തന്നില്ലേ? എന്നിട്ടും എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ഇബാദത്തുകൾ ചെയ്യുന്നത് എന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ ചോദ്യം. ആ ചോദ്യം ഒരു സ്വാഭാവികമായ ഒരു മനുഷ്യൻ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. നിങ്ങൾ നിസ്കരിക്കുന്നത്, നോമ്പെടുക്കുന്നതൊക്കെ അള്ളാഹുവിന്റെ മഗ്ഫിറത്ത് കിട്ടാനല്ലേ? ആ മഗ്ഫിറത്ത് നിങ്ങൾക്ക് കിട്ടിയില്ലേ? ഇബാദത്ത് കൊണ്ട് ആഗ്രഹിക്കുന്ന കാര്യം, ഇബാദത്ത് കൊണ്ട് സ്വർഗം വേണമെങ്കിൽ ആ സ്വർഗം ഹബീബിനാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇബാദത്ത് കൊണ്ട് ആഗ്രഹിക്കുന്നത് റബ്ബിന്റെ പൊരുത്തമാണെങ്കിൽ ആ പൊരുത്തം ഹബീബിനുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ എന്തിനാണ്
ഇബാദത്ത് കൊണ്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടും പിന്നെയും പിന്നെയും ഇബാദത്ത് ചെയ്യുന്നത് ഒരു സ്വാഭാവിക ചോദ്യമാണ്. ആ ചോദ്യത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ മറുപടി അത് ഓരോ വിശ്വാസിയുടെ ജീവിതത്തിലും നമ്മൾ റബ്ബിനോട് കാണിക്കുന്ന ഇബാദത്തുകളിൽ ഉണ്ടാകേണ്ട ഒരു മനോഭാവത്തെ കുറിച്ച് കൂടിയാണ് പറഞ്ഞത്. അഫലാ അകൂന അബ്ദൻ ശകൂറ, ഞാനൊരു നന്ദിയുള്ള അടിമയാകണ്ടേ എന്നാണ് ഹബീബരായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചത്. നോക്കൂ, നന്ദിയുള്ള അടിമയാകാൻ വേണ്ടി നടത്തുന്ന ഇബാദത്തും നരകശിക്ഷയിൽ നിന്ന് മോചനം കിട്ടാൻ വേണ്ടി നടത്തുന്ന ഇബാദത്തും തമ്മിൽ വ്യത്യാസമുണ്ട്. നന്ദിയുള്ള അടിമയാകാൻ വേണ്ടി ഞാൻ നടത്തുന്ന ഇബാദത്തും എനിക്ക് അല്ലാഹു തആല മാപ്പ് നൽകാൻ വേണ്ടി, മഗ്ഫിറത്ത് ലഭിക്കാൻ വേണ്ടി, എനിക്ക് റബ്ബിന്റെ കൂലി കിട്ടാൻ വേണ്ടി നടത്തുന്ന ഇബാദത്തും തമ്മിൽ വ്യത്യാസമുണ്ട്. ഒന്നാമത്തത് റബ്ബിനോടുള്ള ശുക്ർ എന്നോണം നിർവഹിക്കുന്ന ഇബാദത്തുകളുടെ പിന്നിൽ ഉണ്ടാകുന്ന ചേതോവികാരം റബ്ബിനോടുള്ള മഹബ്ബത്താണ്, സ്നേഹമാണ്, ഇഷ്ടമാണ്. എന്നാൽ നരകത്തെ പേടിച്ചുകൊണ്ടുള്ള ഇബാദത്തിന്, അല്ലെങ്കിൽ എനിക്ക് പ്രതിഫലം ലഭിക്കണമെന്ന ആഗ്രഹത്തോടു കൂടി മാത്രമുള്ള ഇബാദത്തിന് അവർക്ക് അള്ളാഹുവിനേക്കാൾ പ്രിയം ആ ഇബാദത്തിനെയാണ്. അവർക്ക് അള്ളാഹുവിനേക്കാൾ താല്പര്യം അവന് നരകശിക്ഷയിൽ രക്ഷപ്പെടലാണ്. നോക്കൂ, തസവ്വുഫിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ആരിഫീങ്ങളായ ആളുകൾ അവരെപ്പോഴും പറയാറുള്ളത്, നമ്മളുടെ ഇബാദത്തുകൾ, നമ്മുടെ കർമ്മങ്ങൾ, ആ കർമ്മങ്ങളോടല്ല നമ്മുടെ പ്രിയം. നിസ്കാരം എന്ന ആരാധനാ കർമ്മത്തോടല്ല നമ്മുടെ താല്പര്യം. നമ്മുടെ താല്പര്യം ആരാണോ നമുക്ക് അതിനെ നിർദ്ദേശിച്ചത് എങ്കിൽ, ആരാണോ ശരിയാത്താക്കിയത് എങ്കിൽ ആ റബ്ബിനോടുള്ള മഹബ്ബത്താണ്. റബ്ബിനോടുള്ള മഹബ്ബത്ത് ഖൽബിലുള്ള ആളുകൾക്ക് ഇബാദത്തിനെ ഒഴിവാക്കാൻ കഴിയില്ല. അവർക്ക് എപ്പോഴും ആ ശുക്റിന്റെ ബോധമുണ്ടാകും. ഈ മുഹറം 10 ആശുറായിന്റെ ദിനത്തിൽ നമ്മൾ നിയമങ്ങളെ അനുസരിക്കുന്ന ഒരു അനുസരണയുള്ള അടിമയാകുന്നതിന്റെ പകരം അള്ളാഹു ചെയ്ത നിഅമത്തുകളെ ഓർക്കുന്ന നന്ദിയുള്ള അടിമയാവുക എന്ന ഒരു മാറ്റത്തിലേക്ക് നമ്മുടെ ദിവസത്തിലൂടെ കടന്നു ചെല്ലാൻ നമുക്ക് കഴിയണം. അള്ളാഹു തആല തൗഫീഖ് നൽകട്ടെ. അതുപോലെ തന്നെ മുഹറത്തിന്റെ ഏറ്റവും വലിയ മറ്റൊരു സ്മൃതി എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ നിന്നും മദീനയിലേക്ക് പോയ ഹിജറയെ കുറിച്ചാണ്. ആ ഹിജറ വർഷം, ആ ഹിജറ കലണ്ടർ ആരംഭം അത് മുഹറവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. മുഹറം മാസമാണ് അതിന്റെ ആരംഭത്തിന്റെ മാസം. അതിന്റെ വർഷം തുടങ്ങിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ നിന്നും മദീനയിലേക്ക് പോയ ആ ഹിജറയുടെ യാത്രയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ലോകത്ത് 1450 വർഷമായി, 14 നൂറ്റാണ്ടുകൾക്ക് ഇപ്പോഴും ആ ഹിജറ വർഷത്തിന്റെ, ഹിജറ കലണ്ടറിന്റെ കാരണമായി കണക്കാക്കപ്പെട്ട ഹിജറ യാത്രയെ കുറിച്ച് ഇന്നും സ്മരിക്കപ്പെടുകയാണ്. സ്വഹാബികൾക്കിടയിൽ ഹിജറ കലണ്ടർ ആരംഭിക്കണം മുസ്ലിമീങ്ങൾക്ക് എന്ന് പറഞ്ഞപ്പോൾ ഏതാണ് അതിന്റെ അടിസ്ഥാനമാക്കേണ്ടത്, ഏത് കൊല്ലമാണ് അതിന്റെ അടിസ്ഥാനമാക്കേണ്ടതെന്ന് വിവിധ അഭിപ്രായങ്ങൾ വന്ന കൂട്ടത്തിൽ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടുന്ന് തീരുമാനം പറഞ്ഞത് ഹിജറയുടെ മദീനയിലേക്കുള്ള ഹിജറയെ കുറിച്ചാണ്. മദീനയിലേക്കുള്ള ഹിജറ വിശ്വാസികൾക്ക്, മുഅ്മിനീങ്ങളായ ആളുകളുടെ ജീവിതത്തിൽ ഒരിക്കലും ചരിത്രമായി മാറ്റിവെച്ച് മറക്കപ്പെടേണ്ട ഒന്നല്ല. ഒരുപാട് ഗുണപാഠങ്ങളുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിലെ അതിനിർണായകമായ നിമിഷങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഒരു യാത്രയായിരുന്നു ഹിജറ. അത് മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള ഒരു സഞ്ചാരം മാത്രമായിരുന്നില്ല. വിശ്വാസികൾക്ക് എക്കാലത്തും ഓർമ്മിക്കുവാൻ സഹായകമാകുന്ന പാഠങ്ങൾ നൽകപ്പെട്ടിട്ടുണ്ട് ഹിജറയുടെ ഓരോ ഘട്ടങ്ങളിലും. നോക്കൂ, ഹിജറ എന്ന് പറയുന്നതിന്റെ അർത്ഥം തന്നെ പലായനം എന്നാണ്. നമുക്കൊക്കെ അറിയാം, ലോകത്ത് പലായനങ്ങൾ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. കോടിക്കണക്കിന് മനുഷ്യരാണ് മേൽവിലാസമില്ലാത്തവരായി ലോകത്തുള്ളത്. പലായനം ചെയ്ത മനുഷ്യർക്ക് മേൽവിലാസം ഉണ്ടാകില്ല. നാട്ടിൽ നിന്ന് അഭയാർത്ഥികളായ മറുനാട്ടിലേക്ക് പോയ മനുഷ്യർക്ക് മേൽവിലാസം ഉണ്ടാകില്ല. മേൽവിലാസമില്ലാത്ത കോടിക്കണക്കിന് മനുഷ്യർ നമ്മൾ ഈ പറയുന്ന സംസാരിക്കുന്ന നേരത്ത് ലോകത്ത് ജീവിക്കുന്നുണ്ട്. അവരുടെ ജീവിതത്തിന് അർത്ഥങ്ങളില്ല. എന്തിനു ജീവിക്കുന്നു എന്ന ചോദ്യത്തിന് ഉത്തരങ്ങളില്ല. അവർക്ക് കിടക്കാൻ കിടപ്പാടമില്ലാത്തവർ അതിലൊരു പക്ഷെ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളാകുന്നു എന്ന ഒരു ഖേദം കൂടി നമുക്കുണ്ട്. അള്ളാഹു ഉമ്മത്തിനെ ഇസ്സത്ത് പ്രദാനം ചെയ്യട്ടെ. നോക്കൂ, അഭയാർത്ഥിത്വം എന്ന് പറഞ്ഞാൽ ലോകത്തെ ഏറ്റവും വലിയ വേദനയാണ്. അഭയാർത്ഥിത്വത്തിൽ നിന്ന് കരകയറാൻ ഒരു സമൂഹം എത്ര തന്നെ ആഗ്രഹിച്ചാലും ഇന്നത്തെ ലോകം അവർ അനുവദിക്കില്ല. അഭയാർത്ഥിത്വത്തിൽ നിന്ന് കരകയറാൻ അനുവദിക്കില്ല. അഭയാർത്ഥികളെ മനുഷ്യരെ പോലെ കാണാത്ത ഒരു ജനതയാണ് ഇന്നുള്ളത്. ലോകത്തിൽ നടക്കുന്ന ആഭ്യന്തര കലാപങ്ങളിൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് ദൈനംദിനമെന്നോണം കലാപത്തിന്റെ റിപ്പോർട്ടുകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ആഭ്യന്തര കലാപത്തിന്റെ കാരണങ്ങൾ? അഭയാർത്ഥികളുടെ കാര്യത്തിലാണ്. അഭയാർത്ഥികൾക്ക് അഭയം നൽകിയതിന്റെ പേരിൽ ആഭ്യന്തര കലഹങ്ങളും ആഭ്യന്തര കലാപങ്ങളും ഉറവിളികളും നമ്മുടെ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. എന്താ കാരണം? അവരെ മനുഷ്യരായിട്ട് കാണാൻ,
അഭയാർത്ഥികളായിട്ട് വരുന്ന മനുഷ്യരെ മനുഷ്യരായിട്ട് കാണാൻ സാധ്യമല്ല. നിങ്ങൾ നോക്കൂ, ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ അഭയാർത്ഥികളുണ്ട്. അഭയാർത്ഥികളുടെ കയ്യിൽ പാസ്പോർട്ട് ഉണ്ടാവില്ല. നമ്മൾ രാജ്യത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ എന്റെ കയ്യിലുള്ള ഏറ്റവും വലിയ മേൽവിലാസം എന്റെ പാസ്പോർട്ടാണ്. ആ പാസ്പോർട്ട് എനിക്ക് നൽകുന്നത് ഒരു സുരക്ഷിതത്വ ബോധമാണ്. ഞാൻ ഇന്ത്യ എന്ന രാജ്യത്തിന്റെ പൗരനാണ് എന്ന സുരക്ഷിതത്വ ബോധം. ആ പൗരനായ ഞാൻ ഒരു രാജ്യത്തേക്ക് കടന്നു ചെന്നാൽ, അംഗീകൃതമായ യാത്ര നടത്തിയാൽ തിരിച്ചു വരുന്നത് വരെയുള്ള എന്റെ സുരക്ഷിതത്വം ആ രാജ്യത്തിൽ നിക്ഷിപ്തമാണ്. എനിക്ക് അവിടെ വെച്ച് എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ അത് രാജ്യം ഉത്തരവാദികളാണ്. അതുകൊണ്ടാണ് ഓരോ യാത്രികരെയും, നിയമപരമായി യാത്ര ചെയ്യുന്ന ഓരോ യാത്രക്കാരുടെയും കൂടെ നിയമപരമായ പരിരക്ഷ കൊടുക്കാൻ അതത് രാജ്യത്തെ ആളുകൾ തയ്യാറാകുന്നത്. എന്നാൽ അഭയാർത്ഥികളുടെ കയ്യിൽ പാസ്പോർട്ട് ഉണ്ടാകില്ല. അവരുടെ കയ്യിൽ അഭയാർത്ഥി കാർഡായിരിക്കും ഉണ്ടാവുക. പാസ്പോർട്ടുമായി കടന്നു വരുന്ന ഏതെങ്കിലും ഒരു രാജ്യത്തിന്റെ പൗരന് ലഭിക്കുന്ന ഒരൊറ്റ അംഗീകാരവും ഒരു പ്രിവിലേജും ഈ കാർഡുമായി കടന്നു വരുന്ന ആളുകൾക്ക് ലഭിക്കില്ല. അവർക്ക് ലിമിറ്റഡ് ആയിരിക്കും. പാസ്പോർട്ടുമായി ഞാൻ രാജ്യത്തേക്ക് പോയാൽ ആ രാജ്യത്തിന്റെ എല്ലാ ഭാഗങ്ങളും സന്ദർശിക്കാൻ നിശ്ചിതമായ ദിവസങ്ങളിൽ എനിക്ക് അനുവാദമുണ്ടെങ്കിൽ, അഭയാർത്ഥികൾക്ക് ആ ഗവൺമെന്റ് നിർണയിച്ച ഒരു നഗരപരിധിക്കുള്ളിൽ മാത്രമേ യാത്രാനുമതി ഉണ്ടാവുകയുള്ളൂ. അവർക്ക് ജോലികൾക്ക് ലിമിറ്റേഷൻ ഉണ്ട്. അവർക്ക് താമസത്തിനോ, അവർക്ക് ഏതെങ്കിലും ഭൂമി വിലക്കെടുക്കുന്നതിനോ, ജോലി ചെയ്യുന്നതിനോ, ഗവൺമെന്റ് സെക്ടറിന്റെ ഭാഗമാകുന്നതിനോ, വിദ്യ അഭ്യസിക്കുന്നതിനോ തടസ്സങ്ങൾ ഉണ്ടായിരിക്കും. അഭയാർത്ഥിത്വം എന്ന് പറഞ്ഞാൽ അത്രയും രണ്ടാംകിട പൗരന്മാരായി കണക്കാക്കപ്പെടുന്ന ഒരു കാഴ്ചപ്പാടാണ് ഈ 21ാം നൂറ്റാണ്ടിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഒരു സംഘം ഹിജറ പോകുന്നുണ്ട്. ആ സംഘത്തിന്റെ നായകൻ ഹബീബരായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ആ ഹിജറ പോകുന്ന സംഘത്തിന്റെ കൂടെ നബി തങ്ങളുടെ ശേഷം പിന്നീട് അങ്ങോട്ട് ഹിജറ വന്ന സ്വഹാബികൾ ഉണ്ടായിരുന്നു. ആ സ്വഹാബികൾ മക്ക വിട്ട് പോരുമ്പോൾ അവരുടെ സമ്പത്ത് മുഴുവനും മക്കയിലുണ്ട്, കുടുംബം മക്കയിലുണ്ട്. അവർ മദീനയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവരുടെ കയ്യിൽ ഒന്നുമില്ല, ശൂന്യതയോടെയാണ് കടന്നു ചെന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ നിന്ന് ഇങ്ങനെ പുറത്തിറങ്ങി മദീനയിലേക്കുള്ള ഹിജറ യാത്രയുടെ വേളയിൽ മസ്ജിദുൽ ഹറാമിന്റെ പുറത്തുള്ള മക്കയുടെ പ്രാന്ത പ്രദേശത്ത് ചെന്ന് കഅബയിലേക്ക് ഇങ്ങനെ തിരിഞ്ഞു നോക്കിയിട്ട് പറയുന്നുണ്ട്, മക്കേ, എനിക്ക് നിന്നെ ഇഷ്ടമാണ്, എനിക്ക് നിന്നെ വല്ലാത്ത താല്പര്യമാണ്. ഈ നാട്ടുകാർ ഈ നാട്ടിൽ നിന്ന് എന്നെ പറഞ്ഞയച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഈ നാട് വിട്ടു പോകില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്ക വിടുമ്പോഴുള്ള വേദനയാണ്. ആ വേദനയോടെ മദീനയിലേക്ക് യാത്ര തിരിച്ചു. മദീനയിലെത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും മദീനയിലെത്തിയതിനു ശേഷം ആ മദീനക്കാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ, മുസ്ലിങ്ങളെ സ്വീകരിച്ചതിന്റെ മനോഹരമായ മാതൃകകൾ ലോകത്ത് മറ്റൊരിടത്തും നമുക്ക് കാണാൻ കഴിയില്ല. മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു മക്കയിൽ അതിസമ്പന്നനായ ബിസിനസ്സുകാരനാണ്. മക്കയിൽ നിന്ന് ഹിജറ പോയി മദീനയിലേക്ക്. ഹിജറ ചെല്ലുമ്പോൾ ശൂന്യതയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെയുള്ള അൻസ്വാരികളായ സ്വഹാബികളെ വിളിച്ചുകൂട്ടി അവർക്കിടയിൽ സൗഹൃദമുണ്ടാക്കി. കാരണം കിടപ്പാടമില്ലാത്ത മുഹാജറുകൾ, അവർക്ക് കച്ചവടത്തിന് മാർഗങ്ങളില്ല, കൃഷിഭൂമിയില്ല. അങ്ങനെയുള്ള മുഹാജറുകളായ ആളുകളെ വിളിച്ചുകൂട്ടി അൻസ്വാരികളെയും ഓരോരുത്തരെയും പരസ്പരം സഹോദരങ്ങളാക്കി മാറ്റുകയാണ്. ലോക ചരിത്രത്തിൽ ഇങ്ങനെ ഒരു മാതൃക നമുക്ക് കാണുക സാധ്യമല്ല. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ പറയാൻ, ഞാൻ മദീനയിലേക്ക് എത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എനിക്ക് കൂട്ടുകാരനായി, എനിക്കൊരു അഹായിട്ട് നിശ്ചയിച്ചത് സഅദ് ഇബ്നു റബീഅ റളിയല്ലാഹു അൻഹുവിനെയാണ്. സഅദ് റളിയല്ലാഹു അൻഹു വന്നിട്ട് എന്നോട് പറഞ്ഞു, ഞാൻ ഈ നാട്ടിലെ ഏറ്റവും വലിയ സമ്പന്നനാണ്, ഈ നാട്ടിലെ ഏറ്റവും വലിയ കച്ചവടക്കാരനാണ് മദീനയിൽ സഅദ്. എന്റെ സമ്പത്തിന്റെ പകുതി ഞാൻ നിങ്ങൾക്ക് നൽകാം. എന്റെ ഭാര്യമാരുടെ കൂട്ടത്തിൽ നിന്ന് നിങ്ങൾക്ക് ആരെ വേണമെന്ന് പറഞ്ഞാൽ മതി, അവരെ ഞാൻ മൊഴിചൊല്ലാം, നിങ്ങൾക്ക് അവരെ വിവാഹം കഴിക്കാം, നിങ്ങൾക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങൾ ഞാൻ ഉണ്ടാക്കി തരാം. സഅദ് റളിയല്ലാഹു അൻഹു തന്റെ പ്രിയപ്പെട്ട ഒരു സഹോദരനോടെന്ന പോലെ, തന്റെ ഏറ്റവും അടുത്ത ഒരു ബന്ധുവിനോടെന്ന പോലെ, സ്വന്തം ഉമ്മക്കും ഉപ്പക്കും ഉണ്ടായ സഹോദരൻ എന്ന പോലെ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിനോട് എല്ലാം വിട്ടു നൽകുകയാണ്. ആ സമയത്ത് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നിങ്ങളുടെ സമ്പത്തിന്റെ പകുതി എനിക്ക് നൽകണ്ട. ഈ നാട്ടിൽ അങ്ങാടിയില്ലേ, ഈ നാട്ടിൽ നല്ല ചന്തയില്ലേ, ഖൈനുഖായ ചന്തയുണ്ട് ഇവിടെ എന്ന് പറഞ്ഞു കൊടുത്തു. ആ ചന്ത എനിക്ക് കാണിച്ചു തന്നാൽ മതി, ഞാൻ അവിടെ പോയി കച്ചവടം ചെയ്തു കൊള്ളാം. കച്ചവടം എന്ന ഒരു കഴിവിനെ അള്ളാഹു എനിക്ക് നൽകിയിട്ടുണ്ട്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ആ മദീനയിലെ ചന്തയിൽ അങ്ങാടിയിൽ പോയി കച്ചവടം നടത്തി ഏറ്റവും വലിയ മദീനത്തെ അതിസമ്പന്നനായിട്ട് പിന്നീട് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു മാറാൻ. ഞാൻ പറഞ്ഞത്, അഭയാർത്ഥികളായി കടന്നു ചെന്നവരെ
എല്ലാം വിട്ടുകൊടുത്തുകൊണ്ട് സ്വീകരിക്കാൻ മദീനക്കാര് തയ്യാറാകുമ്പോഴും ആ ഔദാര്യത്തിന്റെ അരികേറ്റി മാത്രം ജീവിതം തീർക്കണമെന്ന് കരുതുന്നതിന് പകരം ഒരു സ്വയം പര്യാപ്തതയുടെ മാർഗത്തെ കണ്ടെത്താൻ വേണ്ടി മുഹാജിറുകളും പരിശ്രമിക്കുന്ന ഒരു മനോഹരമായ കാഴ്ച അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ ഇതിനെ കുറിച്ചുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ കൃത്യമായിട്ട് പറഞ്ഞത്. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, മുഹാജിറുകളുടെയും അൻസാറുകളുടെയും ബന്ധത്തെ കുറിച്ച് മക്കയിൽ നിന്ന് വന്ന മുഹാജിറുകളെ അൻസാരികൾ തെരഞ്ഞെടുത്തത് അവരവർക്ക് ആവശ്യങ്ങൾ ഉണ്ടായിട്ടും അവരവർക്ക് സ്വന്തം സമ്പത്തിലും അധികാരത്തിലും താല്പര്യമുണ്ടായിട്ടും അതിനേക്കാൾ അപ്പുറത്ത് തന്റെ മുസ്ലിമായ സഹോദരനെ തെരഞ്ഞെടുക്കാൻ ഓരോ അൻസ്വാരിയായ സ്വഹാബിയും തയ്യാറായി എന്നാണ്. നിങ്ങൾ നോക്കൂ, അഭയാർത്ഥികളായി കടന്നു വന്ന ആളുകൾ രണ്ടാം പൗരന്മാരായി കരുതപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ മദീനയിലേക്ക് മുഹാജിറുകളായിട്ട് വന്ന മക്കക്കാരായ സ്വഹാബികളാണ് പിന്നീട് മദീനയുടെ ചരിത്രമായി മാറിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്തോട് വിട പറഞ്ഞതിന്റെ ശേഷം ആദ്യമായിട്ട് ഖലീഫയെ തെരഞ്ഞെടുക്കുമ്പോൾ ആര് ഖലീഫയാകണം? മദീനയിലാണ് ഇസ്ലാമിന്റെ കേന്ദ്രമുള്ളത്, മദീനയിലാണ് പകരക്കാരൻ വേണ്ടത്. ആ മദീനയിൽ നിരവധി ഗോത്ര പ്രമുഖരുണ്ട്, അവർ അൻസാരികളായ സ്വഹാബി പ്രമുഖരുണ്ട്. പക്ഷേ മുസ്ലിം സമൂഹം ഐക്യകണ്ഠനെ തെരഞ്ഞെടുക്കുന്നത് കേവലം 10 കൊല്ലം മുമ്പ് മാത്രം മക്കയിൽ നിന്ന് വന്ന ഖുറൈശി നേതാക്കളെയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. നിങ്ങൾ നോക്കൂ, പിന്നീട് ആ മദീനയുടെ ഭരണ സാരഥ്യത്തെ ഏറ്റെടുത്ത 4 ഖലീഫമാർ, ആ 4 ഖലീഫമാരും മക്കയിൽ നിന്നും മദീനയിലേക്ക് അഭയം തേടി വന്ന സ്വഹാബത്താണ്. ആ അഭയം തേടി വന്ന സ്വഹാബത്ത് ഖുറൈശികളായതുകൊണ്ട് ഖുറൈശികൾക്കാണ് ഖിലാഫത്തിന്റെ മേന്മയും അധികാരത്തിന്റെ പ്രത്യേകമായ ശാരീരിക ഭാഷയും ഒക്കെ ഉള്ളതവർക്ക്. അതറിയാവുന്ന സ്വഹാബത്ത് അൻസ്വാരികൾ അവർക്ക് വേണ്ടി മാറ്റിവെക്കുകയാണ്. നോക്കൂ, ആ മദീനയുടെ നിർമ്മാണത്തിൽ, ഇസ്ലാമിക ഭരണകൂടത്തിന്റെ, ഇസ്ലാമിക സമൂഹത്തിന്റെ നിർമ്മാണത്തിൽ ഈ മദീനക്കാരായ സ്വഹാബികൾ ഞങ്ങളുടെ നാട്ടിലേക്ക് വരവ് വന്ന മക്കക്കാരെ മുമ്പിൽ നിർത്തുന്ന മനോഹരമായ കാഴ്ച 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് മദീനയിൽ നമ്മൾ കണ്ടതാണ്. ഗോത്രയുദ്ധങ്ങൾ നടന്നിരുന്ന കാലത്ത്, പരസ്പരം മാനവികമായ ഒരു മൂല്യങ്ങളും സമൂഹത്തിൽ ഇല്ലാത്ത കാലത്ത്, ആ കാലഘട്ടത്തിൽ കണ്ട ഒരു സൗഹൃദത്തിന്റെ കാഴ്ചയാണിത്. അവർക്കാണ് അല്ലദീന തബവ്വഉ ദാറ വൽ ഈമാൻ. ഖുർആൻ അവരെ കുറിച്ച് പറഞ്ഞു, അവർ വീട് കെട്ടി താമസിച്ചത് ഈമാനിന്റെ മുനയിലാണ്, ഈമാന്റെ ഉള്ളിലാണ് അവർ വീട് കെട്ടി താമസിച്ചത്. ദുനിയാവിലല്ല, ദുനിയാവിന്റെ മണ്ണിലല്ല അവർ വീട് കെട്ടിയത്. അവർ വീട് കെട്ടിയത് ഈമാനിന്റെ മണ്ണിലാണ്. ഈമാനിന്റെ മണ്ണിൽ വീട് കെട്ടി താമസിക്കുന്നവർക്ക് അവർക്ക് ദുനിയാവിന്റെ ഒരു ദുസ്വഭാവങ്ങളും അവരെ സ്വാധീനിക്കുകയില്ല. അത് ഈ മനോഹരമായ ഹിജ്റയുടെ സൗഹൃദ നിർമ്മാണത്തിന്റെ കാഴ്ചകൾ നോക്കൂ. 21ാം നൂറ്റാണ്ടിന്റെ എല്ലാം നേടിയെന്ന് നമ്മൾ അവകാശപ്പെടുന്ന ഈ കാലഘട്ടത്തിലും സമൂഹത്തിൽ ലോക രാജ്യങ്ങൾക്ക് ഇതിൽ മാതൃകയുണ്ട്. ആ ഹിജ്റയുടെ സന്ദേശങ്ങളെ പുതിയ കാലത്ത് പകർന്നു കൊടുക്കണം. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഹിജ്റ എന്ന് പറഞ്ഞാൽ തെറ്റിൽ നിന്ന് നന്മയിലേക്കുള്ള ഒരു യാത്ര കൂടിയാണ്. ഇന്ന് നമ്മൾ രാജ്യങ്ങൾക്കിടയിലുള്ള ഹിജ്റ നമുക്ക് ഇന്ന് ഇല്ല എങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അൽ ഹിജ്റതു, ഹിജ്റ എന്ന് പറഞ്ഞാൽ അത് തിന്മകളിൽ നിന്ന് അല്ലാഹു തആല എന്തിനെയാണോ നമ്മളോട് നിരോധിച്ചത് എങ്കിൽ ആ നിരോധനത്തിൽ നിന്ന് നന്മയുടെ വഴിയിലേക്ക് നമ്മൾ നടക്കുന്ന ഒരു യാത്ര കൂടിയാണ്. അല്ലാഹു തആല നമുക്ക് അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. അതോടൊപ്പം നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പിന്റെ കീഴിൽ രാജ്യത്തെ നമ്മുടെ നാടുകളിലെ ലഹരിയുടെ വ്യാപനത്തെ തടുക്കുന്നതിന് വേണ്ടി ലഹരി നിർമാർജന ക്യാമ്പയിൻ ഓപ്പറേഷൻ തൂഫാൻ എന്ന പേരിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഉത്തരവാദപ്പെട്ട നേതാക്കന്മാർ, നമ്മുടെ ആദരണീയരായ ഖാദി സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളും അതുപോലെ സമസ്തയുടെ പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഉൾപ്പെടെയുള്ള നേതാക്കളൊക്കെ നമ്മുടെ മഹല്ലുകളിൽ പ്രത്യേകമായിട്ട് ഉണർത്താൻ ആഹ്വാനം നൽകിയിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ അത്തരത്തിലുള്ള യാതൊരു തരത്തിലുള്ള ഇടപെടലുകൾ ഇല്ലാതിരിക്കുന്നതിൽ നമുക്ക് കൂടി ഉത്തരവാദിത്വമുണ്ട്. നമ്മുടെ ജാഗ്രതയുണ്ടാകണം. കുടുംബത്തിലോ ബന്ധങ്ങളിലോ പരിചയങ്ങളിലോ ഉള്ളതിനെ അതിന് നുള്ളിക്കളയുകയും നമുക്ക് മാറ്റാൻ കഴിയാത്തതിനെ ഉത്തരവാദപ്പെട്ട നിയമപാലകരെ അറിയിച്ചുകൊണ്ട് ആ നിർമ്മാർജ്ജനത്തിന്റെ യത്നത്തിൽ നമ്മളൊക്കെ ഭാഗമാകണം. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ.